ഹലോ നമസ്കാരം. ഹെറിറ്റേജ് വോയിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് വടക്കൻ പറവൂരിനടുത്ത് ചേന്നമംഗലം കോട്ടയിൽ കോവിലകം എന്ന ഒരു എന്താ പറയാ അതിസുന്ദരമായിട്ടുള്ള വളരെ മതമൈത്രിയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വൈപ്പിൻ കോട്ട സെമിനാരി എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സെമിനാരിയുടെ അവശേഷിപ്പിന്റെ മുൻപിലാണ്. രണ്ട് ചുവരുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് ചുവരിൽ നിരവധി കഥകൾ പറയാനുണ്ട്, ചരിത്രം പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടു ചേർന്ന് ഹോളി ക്രോസ് ചർച്ചുമുണ്ട്. വൈപ്പിൻ കോട്ട സെമിനാരിയും ഹോളി ക്രോസ് ചർച്ചിനെ കുറിച്ചുമാണ് വിശേഷമാണ് ഇന്നത്തെ ഹെറിറ്റേജ് വൈറ്റ്സിൽ നമുക്ക് കാണാം. ഈ വൈപ്പിൻ കോട്ട സെമിനാരിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ശരി, നമുക്കായിട്ട് ഹെറിറ്റേജ് വൈറ്റ്സിന് വേണ്ടി അത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി എത്തിയിരിക്കുന്നത് മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി അതിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ഗൈഡ് കൂടിയായ പ്രിയപ്പെട്ട ഷിംലയാണ്. ഷിംല, നമസ്കാരം. ഹെറിറ്റേജ് വൈറ്റ്സിലേക്ക് സ്വാഗതം. വൈപ്പിൻ കോട്ട സെമിനാരി ഇപ്പൊ നമുക്ക് കാണുമ്പോ ഇങ്ങനെയെങ്കിലും അവശേഷിപ്പിച്ച് ലഭിച്ചു എന്നുള്ളതാണ് അല്ലേ? ശരിക്കും ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. രണ്ട് ചുവരുകളെ ഉള്ളു, ഇപ്പൊ 4 ചുവരുകൾ ഉള്ളിടത്ത് ഇതിലും കൂടുതലുണ്ടായിരുന്നോ? കൂടുതലുണ്ടായിരുന്നു. നമുക്കിപ്പം ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറയപ്പെടുന്നത്. നമുക്ക് നിലവിൽ ഇതിപ്പോ ഒരു 1934 ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പുരാവസ്തു വകുപ്പിലേക്ക് സംരക്ഷിത സ്മാരകമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഷിംല, ഇതിന്റെ ഒരു ഏത് കാലഘട്ടത്തിലാണ് ഇത് പണിയപ്പെട്ടത്? അതിനെക്കുറിച്ച് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? നമ്മൾക്ക് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത് 2 രീതിയിലാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വൈപ്പിക്കോട്ട സെമിനാരി ആദ്യ കാലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ വൈപ്പിൻ എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് വശമായിട്ടുള്ള. അപ്പോൾ ആ ഭാഗത്ത് പണ്ട് പോർച്ചുഗീസ് സെറ്റിൽമെന്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അവിടെ നിന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ആദ്യം ഈ ഒരു വൈപ്പിക്കോട്ട സെമിനാരി സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഈ റോമൻ കത്തോലിക്ക പള്ളികളിൽ വൈദികം പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പഠനങ്ങളും മറ്റും തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് എപ്പോഴൊക്കെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അതിൽ കറക്റ്റ് ഡേറ്റ് നമുക്ക് ആദ്യം വിശദീകരിച്ച് പറയുന്നില്ല. കാരണം നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹോളി ക്രോസ് പള്ളിയുണ്ട്. ഇതൊരു 1577 അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ പള്ളി സ്ഥാപിച്ച ശേഷമാണ് പിന്നീടാണ് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു 60ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായെന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല അന്ന് കൊച്ചി രാജ്യം, അന്നത്തെ രാജാവ് ഈ ഒരു സെമിനാരിക്ക് വേണ്ടിയിട്ട് വർഷാവർഷം ഒരു 300 രൂപ ഒരു ഗ്രാൻഡായിട്ട് ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സ്ഥാപനം കൂടിയാണത്. ആ രീതിയിൽ അന്നത്തെ ഭരണകൂടം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആദ്യത്തെ സ്ഥാപനം കൂടിയാണത്. ഒരുപക്ഷെ മറ്റൊരു ചരിത്രം എന്തായിരിക്കാം? ഇപ്പൊ പറഞ്ഞൊരു ചരിത്രം അങ്ങനെയായിരുന്നു, വേറൊരു ചരിത്രം രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെമിനാരി, മറ്റൊരു ചരിത്രം എന്തായിരുന്നു? മറ്റൊരു ചരിത്രം ഇത് ഇവിടെ തന്നെ ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ആദ്യ തുടക്കം തന്നെ ഇവിടെയാണെന്നുള്ള രീതിയിൽ. നമുക്ക് ശരിക്കും ഇപ്പം ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ദീർഘചതുരാകൃതിയിലൊരു ഒരു പോർഷനാണ്. അതിനകത്ത് 2 ഭിത്തി അല്ലെ മാത്രം കുറച്ചെങ്കിലും നിൽക്കുന്നത്. ഇത് ഏകദേശം ഇതിന് മുകളിൽ ഒരു നില ഉണ്ടായിരുന്നു അനുഗമിക്കപ്പെടുന്നുണ്ട്. ഇതിപ്പോ 2 നില ബിൽഡിംഗ് ആയി കാണുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചർ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മളുടെ രീതിയിൽ നമ്മളുടെ ഇവിടെ നിന്നുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ചെങ്കല്ലാണ്, അതിനൊപ്പം സുർക്കി ആണുള്ളത്. ഇത് ഡച്ചുകാരുടെ ഒരു ആക്രമണത്തിലാണ് ഇത് തകർന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു മറ്റൊരു പറയുന്നത് ആദ്യത്തെ ഒരു അച്ചടി ശാല കൂടി ആയിരുന്നു ഇതെന്ന് പറയുന്നുണ്ട് ഈ സെമിനാരിയോടൊപ്പം തന്നെ അല്ലെ? അങ്ങനെയും ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ അച്ചടി ശാലയെന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ അച്ചടി ശാല എന്നും പറയുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷയിൽ അത് 2 സ്ഥലങ്ങളാണ് ഇതുപോലെ പറയപ്പെടുന്നത്. ഒന്ന് വൈപ്പിക്കോട്ട സെമിനാരി എന്നും പറയുന്നുണ്ട്. അതുപോലെ കൊല്ലത്ത് തങ്കശ്ശേരിക്കടുത്തുള്ള ഒരു അച്ചടിശാല ഉണ്ട്, സാൻ സാൽവഡോം എന്ന് പറഞ്ഞിട്ട്. അവിടെ അച്ചടിച്ചത് തമിഴ് കൃതിയാണത്, ഡോക്ട്രിന ക്രിസ്റ്റ്യം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വളരെ ചരിത്ര പ്രാധാനമായിട്ടുള്ള വേറൊരു അച്ചടിച്ചൊരു ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അതൊരു 1601 അത് പക്ഷെ സുറിയാനി ഭാഷയിലാണ്. അത് ഇവിടെ വെച്ചിട്ടാണ് അച്ചടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സെമിനാരി ആയിരുന്നു, കുറെ അധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒരു വലിയ
അച്ചടി ഒരു അല്ലെ നമ്മുടെ അച്ചടി മാധ്യമത്തിന്റെ ഒരു തുടക്കത്തിന്റെ കാലഘട്ടം കൂടെ വേണമെങ്കിൽ വൈപ്പിൻകോട്ട സെമിനാരിയെ കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നു ചേന്ദമംഗലം പോലുള്ള ഒരു പ്രദേശത്ത് ഈ വൈപ്പിൻകോട്ട സെമിനാരി ഇങ്ങനെ ഒരു അവശേഷിക്ക് വയ്ക്കുമ്പം കൂടുതൽ പര്യവേഷണത്തിന് തുടക്കം കുറിക്കായിരിക്കും അല്ലേ? കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഇതിപ്പോ ഒരു സംരക്ഷിത സ്മാരകമായിട്ട് മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. തൊട്ടു ചേർന്ന് തന്നെയാണ് ഹോളി ക്രോസ് ചർച്ച്. അപ്പം ഇത് തമ്മിലുള്ള ബന്ധം കൂടി ഇവിടെ കാണിക്കപ്പെടുന്നുണ്ട്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചേന്ദമംഗലം എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ആദ്യ കാലങ്ങളിൽ ഒരു ക്രിസ്ത്യാനിറ്റി പ്രചാരത്തില് നല്ല ശക്തമായ രീതിയിൽ നിലനിന്നിട്ടുള്ള സ്ഥലവും കൂടിയാണ്. ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, വിലാർവട്ടം എന്ന് പറഞ്ഞിട്ടൊരു നാടുവാഴി കുടുംബം. അവര് അതില് അവസാനത്തെ നാടുവാഴി അദ്ദേഹത്തിന്റെ അനിയൻ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചെന്നാ പറയപ്പെടുന്നത്. ചരിത്രം ഇതും പറഞ്ഞ പോലെ പല രീതിയിലും പറയുന്നുണ്ട്. ഒന്ന് ഇതൊരു വില്ലാർവട്ടം എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ ഭരണകൂടമാണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു 1525 ആ കാലഘട്ടങ്ങളിലെ നാടുവാഴിയുടെ അനിയൻ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. മാമൊഴി ചരിത്രങ്ങളാണ് ഒരു ചരിത്രങ്ങളിലും അല്ല. എന്തായാലും ഷിംല നമുക്കായിട്ട് വൈപ്പിൻകോട്ട സെമിനാരിയെ കുറിച്ച് ഇത്രയും ഈ ചെറിയ അവശേഷിപ്പുകളിൽ ഇത്രയും കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഷിംല നമ്മളോട് പറഞ്ഞു തന്നു. എന്തായാലും ഷിംല ഞങ്ങളുടെ ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ ഒരു ഭാഗമായിട്ട് വരികയും ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു കേട്ടോ. സന്തോഷം. താങ്ക് യു. 1577 ഈ പോർച്ചുഗീസുകാർ ജെസ്യൂട്ട് ഫാദേഴ്സ് ഈ പള്ളി സ്ഥാപിക്കുക. ഒത്തിരിയേറെ ചരിത്രം ഉറങ്ങുന്ന പള്ളിയാണ്. ഏതാണ്ട് 450ഓളം വർഷമായി ഈ പള്ളി തുടങ്ങിയിട്ട്. 1 കിലോമീറ്ററിനുള്ളിൽ യൂതപ്പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്കുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട വ്യക്തികൾ, ആളുകൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഇടമാണിത്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള വൈപ്പിൻകോട്ട സെമിനാരി ഉണ്ട്. ആദ്യത്തെ സെമിനാരിയാണിത്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രസ്സാണിത്. അപ്പോൾ ഇത് തകർക്കപ്പെട്ടതാണ്, ടിപ്പുവിൻ്റെ കാലത്ത് തകർക്കപ്പെട്ടതാണ്. അപ്പോൾ ആദ്യത്തെ സെമിനാരി അതുപോലെ തന്നെ പ്രസ്, ഇവിടെ പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ കാക്കനാട് മൗണ്ട് സെയിൻറ്റ് തോമസിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വട്ടെഴുത്തുണ്ട് ഇവിടെ ഈ പള്ളിയുടെ. അതെ, പള്ളിയുടെ മുൻവശത്ത് തന്നെ വട്ടെഴുത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ബ്രിട്ടോ എന്നിവരൊക്കെ താമസിച്ച സ്ഥലമാണിത്, ഈ ഹോളി ക്രോസ് ചർച്ച്. അതെ, ഹോളി ക്രോസ് ചർച്ച്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഒരു ചെറിയ ഭാഗം പള്ളിക്ക് അകത്ത് പൂജ്യമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ഇവിടെ പള്ളിക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി. ഈ 1577 അല്ലേ? 1577. ഇത് സ്ഥലം ശരിക്കും ചേന്ദമംഗലം കോട്ടയിൽ കോവിലകം. കോട്ടയിൽ കോവിലകം. അപ്പം ഇതിന് ചുറ്റും നമുക്കറിയാം അച്ഛൻ ഈ പറഞ്ഞ പോലെ ആ ഒരു മതമൈത്രിയുടെ, അതുപോലെ പാലിയം കൊട്ടാരമുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു നിർമ്മാണ സമയത്ത് എത്രത്തോളം ഈ പോർച്ചുഗീസുകാർ ജെസ്യൂട്ട് ഫാദേഴ്സ് അല്ലേ അവരാണ് അപ്പം അതിന്റെ ഒരു നിർമ്മാണ ഘട്ടങ്ങളൊക്കെ അച്ഛന് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ യൂതന്മാര് വന്ന് ബിസിനസ് നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് താഴെയായിട്ട്. അതെല്ലാം നശിച്ചുപോയി, കാരണം യൂതന്മാരൊക്കെ തിരിച്ചു പോയല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഈ പള്ളി പുനരുദ്ധരിച്ചു. അങ്ങനെയാണ് ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോൾ കാണുന്നത് ഇത് ആ പഴയ പള്ളിയുടെ ഒരു കുറച്ചുകൂടി ഏകദേശം അതെ രൂപം തന്നെയാണ്. ഈ ഇപ്പോൾ ഇത് മുസ്ലിം പൈതൃക പദ്ധതി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഈ റിനോവേഷൻ വർക്കുകൾ കുറെയൊക്കെ ഗവൺമെന്റ് ചെയ്യും. ഈ ഇപ്പോഴും ഇപ്പം അനേകം ആളുകൾ പല ദേശത്തുനിന്ന് വന്ന് കാണാറുണ്ടോ? ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അച്ഛാ ഈ കാര്യത്തില്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുമ്മായത്തിന്റെ മിക്സ് ഒക്കെയാണ്. നേരത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നല്ലോ ചെയ്തിരുന്നത്. തന്നെയുമല്ല ഭിത്തികൾക്കൊക്കെ നല്ല വണ്ണമുണ്ട്. നമ്മൾ സാധാരണ ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്തത് പോലെയല്ല, നല്ല വണ്ണമുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകതകൾ. പിന്നെ അതിന്റെ ഓൾട്ടറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മോഡേൺ
ആയ രീതിയിൽ ഇപ്പം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഈ എനിക്ക് തോന്നുന്നു ആ പള്ളിയോട് ചേർന്ന് തന്നെ മറ്റൊരു ഒരു എക്സ്റ്റെൻഡ് ചെയ്തൊരു പോർഷൻ കൂടെ കാണുന്നുണ്ട് ഇവിടുന്ന് താമസിക്കുന്നത്. അച്ഛനൊക്കെ താമസിക്കുന്നതിന് മോൾ ഭാഗം അതൊന്നും ഉണ്ടായിരുന്നു. ഓ, അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. കാര്യം ആൾക്കാരോട് ചേർന്ന് തന്നെയാണെന്ന് തോന്നുന്നല്ലേ അങ്ങനെ ഒരു കാര്യം. അപ്പൊ നേരിട്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ പള്ളിയിലേക്ക്, ആ പള്ളിക്കകത്തേക്ക്? ഇവിടുന്ന് ഈ അകത്തുനിന്ന് ഈ സൈഡിനകത്തോട്ട് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. ഓ ശരി. പിന്നെ അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ വേറെ ഈ സൈഡിൽ കൂടെ മുകളിലേക്ക് കയറേണ്ടി വരും. എന്തായാലും വെച്ചാൽ എനിക്ക് തോന്നുന്നു ചേന്നമംഗലത്തിന്റെ ആ ഒരു മതമൈത്രിയുടെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രതിനിധി എന്നോളം മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു പ്രതിബിംബമായി നിൽക്കുന്നതാണ് ഹോളി ക്രോസ്. തീർച്ചയായിട്ടും. അപ്പം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം അച്ഛനും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട്. അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ ഭാഗമായതിൽ. ഒട്ടേറെ കാര്യങ്ങൾ അതിപുരാതനമായ ഈ പള്ളിയെ കുറിച്ച് പറഞ്ഞു തന്നതിൽ, വൈപ്പിൻകോട്ട സെമിനാരിയെ കുറിച്ച് പറഞ്ഞു തന്നതിൽ അച്ഛാ ഹൃദയം നിറഞ്ഞു നന്ദി. താങ്ക് യു. ഓക്കെ. വൈപ്പിൻകോട്ട സെമിനാരിയെ കുറിച്ചും ഹോളി ക്രോസ് ചർച്ചിനെ കുറിച്ചും ഒക്കെ നമ്മൾ അടുത്തറിഞ്ഞല്ലേ. അപ്പൊ ഇനി ഹെറിറ്റേജ് ബൈറ്റ്സിൽ എന്തിനുള്ള സമയമാണ്? നല്ല രുചിക്കുള്ള സമയമാണ്. ഒരു രുചി വിഭവം തേടി നമ്മൾ പോവുകയാണ്. ഒരു വീട്ടിലേക്ക് വാ, പോയേക്കാം. അങ്ങനെ നമ്മൾ വൈപ്പിൻകോട്ടയും ഹോളി ക്രോസ് ചർച്ചൊക്കെ കണ്ട് നേരെ നമ്മൾ വരുന്നത് ഈ തിരുവാലൂരാണ്. പറവൂരിനും ആലുവയ്ക്കടുക്ക് ഏകദേശം അവിടെ നിന്ന് ഒരു 10-14 കിലോമീറ്റർക്ക് ഇപ്പുറത്ത് തിരുവാലൂർ എത്തിയിരിക്കുകയാണ് അല്ലെ. നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് മിനിയാൻജിയാണ്. മിനിയാൻജി, വെൽക്കം ടു ഹെറിറ്റേജ് ബൈറ്റ്സ്. അപ്പം നമ്മള് ഹോളി ക്രോസ് ചർച്ചും വൈപ്പിൻകോട്ട സെമിനാരിയും ഒക്കെ ചേന്നമംഗലത്ത് കണ്ടിട്ട് വരിക. അപ്പൊ നമ്മളിങ്ങനെ ആലുവയ്ക്ക് വരുമ്പോ എന്നാ തിരുവാലൂർ കയറി മിനിയാൻജിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ, നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് എന്ത് ഫുഡാ? ചിക്കൻ കൊണ്ടൊരു ചെറിയ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ ഒരു ചെറിയൊരു ചിക്കൻ കറി. ചിക്കൻ കറി കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസിനൊപ്പം കഴിക്കാനും ഒക്കെ പറ്റിയ ടൈപ്പിൽ അധികം ഗ്രേവി ഇല്ല. നിങ്ങളുടെ സ്പെഷ്യലാണ്, ഇവിടുത്തെ സ്പെഷ്യലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് എന്താണ് ഇത്? നമ്മളിപ്പോ വേവിച്ചിട്ടാണോ? ഞാൻ ഇത് ഹാഫായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് ഞാൻ ബോയിൽ ചെയ്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറുകപ്പട്ട, മറ്റേ ഈ മസാലകളെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം എത്ര നേരമായി വെച്ചിട്ട്? ഇതിപ്പോ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, 10 മിനിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിനൂടെ തന്നെ ഇവിടെ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വെളിച്ചെണ്ണയുണ്ട്, മുളക് പൊടിയുണ്ട്, പിന്നെ അതുപോലെ തക്കാളി ഉണ്ട്. അതെന്താണ്? മല്ലിപ്പൊടി, ഉള്ളി അരിഞ്ഞത്. ഇതെന്താണ്? ഈ ഒരു അതാണ് ആ പേസ്റ്റ് ആണ്. ആ പേസ്റ്റ് ആണ് അതല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, കത്തിച്ചോ, സ്റ്റവ് കത്തിച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ചട്ടി ഇതൊന്ന് ചൂടായിട്ട് വരണം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്? വെളിച്ചെണ്ണയാണ് വേണ്ടത്. ദേ പിടിച്ചോ വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ഈ ചിക്കൻ എടുക്കാണ്. ഇത് ഏകദേശം എത്ര ചിക്കൻ ഉണ്ടാവും? എത്ര? 1/4 കിലോയുടെ അടുത്ത് ചിക്കൻ ഉണ്ടാവും അല്ലേ? ഇത് ഓക്കെ. നമ്മൾ അതിനകത്തോട്ട് ചിക്കൻ ഇടുകയാണ്. ആന്റി, അപ്പൊ നമ്മളിത് ചിക്കൻ ഒന്ന് നമ്മള് മൊയ്യണ്ട, അധികം മൊയ്യണ്ട, ജസ്റ്റ് ഒന്ന് ആ ഗ്രേവിയുടെ നമ്മള് പെരട്ടീന ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് ഒരിതാവണം, ആ പച്ചമണം ഒന്ന് മാറണം അല്ലേ? അപ്പൊ ഒന്ന് തിരിച്ച് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വെക്കാൻ പറ്റും. നമ്മളിപ്പോ ഏകദേശം ഒരു 10 മിനിറ്റ് ആണ് അത് ചെയ്തത് അല്ലേ? ഇത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് പോയാ മതി. നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിരുന്നു അല്ലേ? വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇതിപ്പോ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്കല്ലേ? തിരിച്ച് അതിലേക്ക് തന്നെ തിരിച്ച് ഒന്ന് നമ്മൾ അരപ്പ് തേച്ചത് നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് അതിന്റെ ഒരു അരപ്പിന്റെ ഒരു പച്ച രുചി ഒന്ന് മാറത്തക്ക രീതിയിലാണ് നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ബോയിൽ ചെയ്തെടുത്തത് അല്ലേ?
ഇനി നമുക്ക് ഈ കടായിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒന്നും കൂടെ ഒഴിക്കണം. ഇഞ്ചിയും ഉള്ളി സവാളയും ഇതും കൂടെ സവാള എത്ര സവാള ഉണ്ട്? ഒരു സവാള എത്ര? അര സവാള എടുത്തിട്ടുള്ളൂ. അര സവാള അതിൽ അരച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 2 പച്ചമുളക് കീറി, 2 പച്ചമുളക്, 3 പച്ചമുളക് കീറിയിട്ടുണ്ട്. അപ്പൊ അത് ഇടാ ഒരു ഇതാണ്. ഇതൊന്ന് വയന്ന വരെ ഒന്ന് ചൂടാക്കും. നന്നായിട്ടൊന്ന് വയഞ്ഞു കിട്ടണം. ഓക്കെ. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കഴിക്കാവുന്ന ഒരു ചിക്കൻ ഡിഷാണ് അല്ലേ? ഒരു ചിക്കൻ്റെ ഡിഷാണ്. കൂടുതലും നമ്മൾ ഫ്രൈഡ് റൈസിന് കൂടെയാണ്. കാരണം ഫ്രൈഡ് റൈസിന് അധികം ഗ്രേവിയുടെ ആവശ്യം വരുന്നില്ല. അതിന്റെ തക്കാളി. അപ്പൊ നമ്മള് അടുത്തത് തക്കാളി ഇടാൻ പോവാണ്. ഇത് ഏകദേശം ഒരു തക്കാളിയും ഇതും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. തക്കാളി നന്നായിട്ടൊന്ന് ഒന്ന് കുഴയണം, അതിയാവണം തക്കാളി. അരച്ചു വെച്ചിരിക്കുന്ന മസാലയുടെ മിക്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ചിക്കനിൽ നമ്മള് നമ്മൾ അതിൽ പുരട്ടിയ ആ മസാല തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണ് അല്ലേ? അതെ. ഇഞ്ചി, പച്ചമുളക്, സവാള, കറുകപ്പട്ട, ഇതെല്ലാം മസാല എല്ലാം കൂടെ ചേർത്ത മിക്സ്. ആ മിക്സ് തന്നെ കുറച്ച് ബാക്കി എടുത്ത് ചേർക്കാൻ പോവുകയാണ്. ഏകദേശം ആ ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ടല്ലേ? ഇനി നമ്മൾ തയ്യാറാക്കിയ വെച്ചിരുന്ന ആ ഒരു മിക്സ് അല്ലേ? ആ മിക്സ് ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, വേണ്ടിട്ടോ പിടിച്ചോ. ഓക്കെ. ഈ മിക്സിന്റെ ഒരു പച്ചമണം മാറണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് ചെന്നപ്പോ തന്നെ ഒരു ഗന്ധം മറ്റൊന്നാണ് കേട്ടോ. ആ ഒരു മിക്സ് കൂടെ ചെന്നപ്പോ തന്നെ മറ്റൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോ ഇത് ആയി. ഇനിയിപ്പം മല്ലിപ്പൊടി വേണം. 2 സ്പൂൺ മല്ലിപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ. മുളക് പൊടി. ഇനി അടുത്തത് മഞ്ഞപ്പൊടി. വെളിച്ചെണ്ണ കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ചിക്കൻ വറുത്തച്ച്. അപ്പൊ നമ്മൾ മുമ്പ് ചിക്കൻ ഒന്ന് പച്ച വെളിച്ചെണ്ണയിൽ ഒന്ന് ബോയിൽ ചെയ്തെടുത്ത ചിക്കൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാ. ഇടട്ടെ ഞാൻ? ഓക്കെ. ഓക്കെ. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മസാലയെല്ലാം ഇട്ട് ചിക്കനുമ്പോ മസാലയൊക്കെ പിടിച്ചു. ഓക്കെ. പിന്നെ അടുത്തത് ഇവിടെ എന്തോ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അത് ചേർന്നേക്കുന്നത്? സവാള, പച്ചമുളക്, കറിവേപ്പില. അപ്പൊ നമുക്കത് ഇടട്ടെ? അതൊക്കെ മുഴുവൻ ഇടണ്ട. ആദ്യം തന്നെ ഇട്ടോ. അപ്പൊ അതല്ലേ ഇത് ഹാഫ് ഇട്ടു. ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ഇനി എന്താ വേണ്ടേ? ഇനി അടുത്ത വെള്ളം. ഇതൊന്ന് തിളച്ച് കുറുകി വരണം. ഓക്കെ. സാധാരണ ഇതിപ്പോ ഏറ്റവും ലാസ്റ്റിലാണ് വെള്ളം ഒഴിച്ച് പ്രോസസ് ചെയ്തത് അല്ലേ? ഓക്കെ. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഈ ചിക്കനില് ഈ നമ്മൾ ചെയ്തു വെച്ച എല്ലാ മസാലയും പിടിക്കാൻ, കുറച്ചുകൂടെ അത് വേവാൻ അല്ലേ? ഒന്ന് വേവണം. ഓക്കെ. ഇത് എത്ര നേരം ഇതൊന്ന് ഇരിക്കണം? ഇതൊന്ന് കുറുകി വരുന്ന ടൈം ഒരു ചിലപ്പോ 5 മിനിറ്റ്. നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ വേഗമാവും. അടച്ചു വെച്ച് ചെയ്യണം. ശരി, അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അല്ലേ? ഓക്കെ. ഒന്ന് കുറുകാം. അടപ്പ് വെച്ചൊരു 5 മിനിറ്റ്. അപ്പൊ നല്ല ഗ്രേവിയൊക്കെ അതുമ്മ പിടിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഏകദേശം ആയി. ഓക്കെ, നോക്കാം. തുറന്നേക്കാം. ആഹാ, അടിപൊളി. ആയിട്ടുണ്ടല്ലേ? സെറ്റായി. ഇനി നമുക്ക് ആ നേരത്തെ ബാലൻസ് വന്ന ആ ഉള്ളിയൊക്കെ ഉണ്ട് വറുത്തത്. പിന്നെ ലാസ്റ്റ് ആ കറിവേപ്പിലയും കൂടെ. കറിവേപ്പില കുറച്ചല്ലേ? ഓക്കെ. എല്ലാം സെറ്റായി.
പിന്നെയും ഇനി പരിപാടി കഴിഞ്ഞു. 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 ഒന്ന് രുചിച്ചാ മതി. ഇനി രുചിച്ചാൽ മതി. രുചിച്ചാ മതി. ദേ കണ്ടോ, നമ്മുടെ ബിനിയാണ്ടിയുടെ നാടിന്റെ പേര് തിരുവാലൂർ. തിരുവാലൂർ സ്പെഷ്യൽ ദേ ചിക്കൻ കറി. ചിക്കൻ പെരട്ടെന്നോ കറിയെന്നോ വേണേ പറയാം. അധികം ഗ്രേവി ഇല്ല കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി എല്ലാ എപ്പിസോഡിലും ഞാൻ ഇതാ പറഞ്ഞത്, എല്ലാവരുടെ അനുവാദത്തോടു കൂടി. എന്തോ അനുവാദം കിട്ടാനാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, നിങ്ങളാണല്ലോ നമ്മുടെ ഫേവറേറ്റ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബിനിയാണ്ടിയുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറിയെന്നോ ചിക്കൻ പെരട്ടെന്നോ നമുക്ക് എങ്ങനെ വേണേലും ഏത് രീതിയിലും പറയാം, ഏത് വേണമെങ്കിലും പറയാം. ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ആഹാ, ആവി പറക്കുന്നു. ചപ്പാത്തിക്കാവട്ടെ, ഫ്രൈഡ് റൈസിനാവട്ടെ, ഏതിനും നല്ല കിടിലൻ ചിക്കൻ കറി, ചിക്കൻ പെരട്ട്, എന്ത് ഇതിനെ പറയണ്ടേ, എന്താണേലും പറയാം. ചിക്കൻ ബിനിയാണ്ടിയുടെ ചിക്കൻ, ബിനിയാണ്ടിയുടെ സ്പെഷ്യൽ ചിക്കൻ. ഓക്കെ, സൂപ്പറാണ്. എനിക്ക് തക്കാളിയുടെ ഒക്കെ ഒരു രുചി അതിനകത്തുണ്ട്. എനിക്ക് തൈര് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ? വേറൊരു ടേസ്റ്റ്. എന്തായാലും ക്രീം ഒഴിക്കണേ വേറൊരു ടേസ്റ്റ് ആവും. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിനിയാണ്ടിയുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കൂട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അല്ലേ, ട്രൈ ചെയ്യുക. എന്തായാലും ബിനിയാണ്ടിയോടാ പറയേണ്ടത്. താങ്ക് യു സോ മച്ച് ബിനിയാണ്ടി. ഞങ്ങളുടെ ഈ ഹെറിറ്റേജ് ബൈറ്റ്സ് ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ ഹോളി ക്രോസ് ചർച്ചും വൈപ്പിൻകോട്ട സെമിനാരിയും കണ്ടു. അപ്പം അതിന്റെ കൂടെ തന്നെ ഈ ഒരു വിഭവം, ചിക്കൻ വിഭവം കൂടെ കിട്ടിയപ്പം സന്തോഷമായി. അപ്പം ഹെറിറ്റേജ് ബൈറ്റ്സ് ഇവിടെ വിടവാങ്ങുകയാണ്. നമ്മുടെ ബിനിയാണ്ടിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചിക്കൻ കൂട്ടും അതുപോലെ നമ്മുടെ ഹോളി ക്രോസിന്റെയും വൈപ്പിൻകോട്ട സെമിനാരിയുടെയും ഒക്കെ ചരിത്ര വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. അങ്ങോട്ട് താങ്ക് യു സോ മച്ച്.